പ്രതികാരം. ചിലപ്പോൾ അത് ആഘോഷത്തിനിടയിൽ തന്നെ എത്തും. എവിടെയോ നിന്ന് ഒരു ശബ്ദം, എല്ലാം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ശബ്ദം. പണികളുടെ രാജാവിന് സ്വന്തം ആദ്യ രാത്രിയിൽ കിട്ടിയ 8ന്റെ പണി. നോവൽ പെട്ടി. പ്രതികാരം അതെപ്പോഴും ഒരു തണുത്ത വിഭവമായി വിളമ്പുന്നതാണ് ഏറ്റവും രുചികരമെന്ന് പറയാറുണ്ട്. എന്നാൽ ചിലപ്പോഴത് ഒരു വലിയ ആഘോഷത്തിനിടയിൽ വർണ്ണാഭമായ വിളക്കുകൾക്കും ചിരികൾക്കുമിടയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു രൂപത്തിൽ വന്നെത്തും. ഇത് വെറുമൊരു കഥയല്ല, ഒരു രാത്രിയുടെ, ഒരു നീണ്ട കാത്തിരിപ്പിന്റെ, ഭയത്തിന്റെ യഥാർത്ഥ സംഭവമാണ്. ഇരുട്ടുവീഴുന്ന സമയം, ഒരു വലിയ വിവാഹ ആഘോഷം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ പോകുന്ന ആ നിമിഷം, അവിടെ ഒരാൾ മാത്രം ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു. അയാൾക്ക് ഭയമായിരുന്നു. സ്വന്തം മുറിയിലെ നിശബ്ദതയെപ്പോലും അയാൾ ഭയന്നു. ആ ഭയം വെറുതെ ഉണ്ടായതായിരുന്നില്ല. വർഷങ്ങളായി അയാൾ തന്നെ നട്ടുവളർത്തിയ ഒരു വിത്തായിരുന്നു അത്. അയാളുടെ പേര് ജസീർ. 8 പേരുള്ള ഒരു ചങ്ങാതിക്കൂട്ടത്തിലെ അവസാനത്തെ വരൻ. ഒരു കല്യാണം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ആ കല്യാണച്ചെറുക്കനാണ്. എന്നാൽ ജസീറിന്റെ മുഖത്ത് സന്തോഷത്തേക്കാൾ കൂടുതൽ സംശയവും ഭയവുമായിരുന്നു. ആ ഭയത്തിന് വ്യക്തമായൊരു കാരണമുണ്ട്: അവന്റെ ഭൂതകാലം. ഒരുപക്ഷെ സുഹൃത്തുക്കൾക്കിടയിൽ അവനെപ്പോലെ ക്രൂരമായി പണികൾ കൊടുക്കുന്ന മറ്റാരുണ്ടായിരിക്കില്ല. കൂട്ടുകാരുടെ കല്യാണത്തിന് കൊടുത്ത 8ന്റെ പണികൾ അവനെ തിരിഞ്ഞുകൊത്താൻ വരികയാണെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. അവന്റെ മുൻകാല ചെയ്തികൾ ഒരൽപ്പം മനസ്സിലാക്കിയാൽ മാത്രമേ ഈ രാത്രിയുടെ ഭീകരത പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയൂ. ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന് അവൻ കൊടുത്ത പണി വളരെ വിചിത്രമായിരുന്നു. മീൻചട്ടിയിൽ ബിരിയാണിയും അച്ചാറും കറിയുമിട്ട് കൂട്ടിക്കുഴച്ച് അതിലേക്ക് കുടിക്കാൻ വെച്ച വെള്ളം കൂടി ഒഴിച്ച് കഞ്ഞിയാക്കി ആ കല്യാണച്ചെറുക്കനെ കൊണ്ട് അവൻ കുടിപ്പിച്ചു. അത് വെറുമൊരു തമാശയായിരുന്നില്ല, അതൊരു പീഡനമായിരുന്നു. മറ്റൊരിക്കൽ ഓഡിറ്റോറിയത്തിനു മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ 3 കല്ല് വെച്ച് അടുപ്പുണ്ടാക്കി കല്യാണപ്പെണ്ണിനെ കൊണ്ട് വിറക് കത്തിച്ച് അവൻ വെള്ളം ചൂടാക്കിച്ചു. ആ ചൂടുവെള്ളം കുടിച്ചതിനു ശേഷമാണ് അവൻ അവരെ ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിച്ചത്. മറ്റൊരു സുഹൃത്തിന്റെ ആദ്യ രാത്രിക്ക് പോകുന്ന സമയത്ത് ചെറുക്കനെയും പെണ്ണിനെയും സ്വന്തം കാറിൽ നിന്നിറക്കി ഒരു ലോക്കൽ ബസ്സിൽ കയറ്റിവിട്ടവനാണ് ഈ ജസീർ. പണികളുടെ യഥാർത്ഥ രാജാവ്. മറ്റുള്ളവർക്ക് വേദനിക്കുമ്പോൾ അത് നോക്കി ആസ്വദിക്കുന്ന ഒരു തരം വല്ലാത്ത മാനസികാവസ്ഥ. എന്നാൽ ഇന്ന് ആ രാജാവിന്റെ സ്വന്തം കല്യാണമാണ്. അതുകൊണ്ടുതന്നെ അവൻ കൊടുക്കാൻ ബാക്കി വച്ചതെല്ലാം പലിശ സഹിതം തിരിച്ചുകൊടുക്കാൻ ആ 8 പേരും തീരുമാനിച്ചിരുന്നു. ഈ ഒറ്റ ദിവസത്തിനു വേണ്ടി, ഈ ഒറ്റ രാത്രിക്ക് വേണ്ടി അവർ ഒരുപാട് നാളുകളായി കാത്തിരിക്കുകയായിരുന്നു. അതിനവരിട്ട പേരാണ് മിഷൻ ഫസ്റ്റ് നൈറ്റ്. ഒരു യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് നടക്കുന്ന ചില രഹസ്യ നീക്കങ്ങളുണ്ട്. കല്യാണത്തിന് തലേദിവസം ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് ഒരു കെട്ടിടത്തിന്റെ ടെറസിൽ വെച്ച് നടന്ന രഹസ്യ ചർച്ചകൾ ജസീർ അറിഞ്ഞിരുന്നില്ല. അവരോരോരുത്തരും അവരവരുടെ പ്ലാനുകളും ഐഡിയകളും പങ്കുവച്ചു. പാകിസ്ഥാനെതിരെ ഒരു സീക്രട്ട് മിഷൻ നടത്തുന്നത് പോലെയുള്ള പ്ലാനിംഗ്. മുൻപ് ജസീറിന്റെ കയ്യിൽ നിന്ന് 8ന്റെ പണി കിട്ടിയ ആ ഇക്കയുടെ വാക്കുകളിൽ ഒരു വിങ്ങലുണ്ടായിരുന്നു. ജസീറിന് കൊടുക്കേണ്ടത് സാധാ ഒരു പണിയല്ല, അതൊരു പ്രതികാരമായിരിക്കണമെന്ന് അയാൾ കൂട്ടുകാരെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ അവരാ തീരുമാനത്തിലെത്തി. ജസീർ പോലും അറിയാതെ അവനെ മാനസികമായി തകർക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ. കല്യാണ ദിവസം ജസീറിനുറപ്പായിരുന്നു എന്തോ ഒന്ന് വരുന്നുണ്ട്. ആ ചിന്ത അവനെ പതുക്കെ കാർന്ന് തിന്നുകയായിരുന്നു. ഓരോ നിമിഷവും അവൻ ചുറ്റും നോക്കി. ആരുടെയെങ്കിലും മുഖത്ത് ഒരു ചെറിയ ചിരി കണ്ടാൽ അവന്റെ നെഞ്ചിടിപ്പ് കൂടി. അവന് സ്വന്തം നിഴലിനെ പോലും സംശയമായി തുടങ്ങി. കല്യാണം കഴിഞ്ഞ് കാറിൽ വീട്ടിലേക്ക് പോകുന്ന ആ യാത്ര സുഹൃത്ത് സമീറാണ് വണ്ടി ഓടിക്കുന്നത്. കാർ പതുക്കെയാകുമ്പോഴെല്ലാം ജസീർ പേടിച്ചു. എവിടെ നിന്നാണ്, ഏത് രൂപത്തിലാണ് പണി വരുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. കാറിന് പുറത്ത് അവൻ കണ്ണുകൾ ഓടിച്ചുകൊണ്ടിരുന്നു. വീടെത്തുന്നതുവരെ ആ ഭയം അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ആ യാത്ര ഒരു യുദ്ധക്കളത്തിലൂടെ പോകുന്നത് പോലെയാണ് അവൻ അനുഭവപ്പെട്ടത്. വണ്ടി വീട്ടിലെത്തിയപ്പോൾ മടിച്ചാണ് അവൻ പുറത്തേക്കിറങ്ങിയത്. ഇപ്പോൾ പണി കിട്ടും, ഇതാ
ഇവിടെ വെച്ചെന്തെങ്കിലും സംഭവിക്കും എന്നവൻ കരുതി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ആ നിശബ്ദത അവനെ കൂടുതൽ ഭയപ്പെടുത്തി. കാരണം അവനറിയാം, ഈ നിശബ്ദത ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമാണെന്ന്. പെണ്ണിനെ നാത്തുന്മാർ താഴത്തെ റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ ജസീർ വീണ്ടും വല്ലാതെയായി. അവന്റെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നു. വൈകുന്നേരം 5 മണി. റിസപ്ഷൻ തുടങ്ങി. ആളുകൾ വന്നു തുടങ്ങി. പാട്ടും ഡാൻസും ആഘോഷങ്ങളും തകൃതിയായി നടക്കുന്നു. ജസീറിന്റെ കണ്ണുകൾ എപ്പോഴും കൂട്ടുകാരെ തിരയുകയായിരുന്നു. അവർ വളരെ ശാന്തരായിരുന്നു. യാതൊരു ഭാവവ്യത്യാസവും അവരുടെ മുഖത്തില്ല. ആ ശാന്തത ജസീറിന് താങ്ങാൻ കഴിയുന്നതിലുമപ്പുറമായിരുന്നു. അപ്പോഴാണ് കസിൻ മെഹറിൻ മൈക്കെടുത്തത്. എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് തിരിഞ്ഞു. കല്യാണ ചെറുക്കിനു വേണ്ടി അവന്റെ കൂട്ടുകാർ ഒരുക്കിയ ഒരു വലിയ സർപ്രൈസ് വീഡിയോ ഉണ്ടെന്ന് അവൾ പറഞ്ഞപ്പോൾ ജസീറിന്റെ ശ്വാസം ഒന്നിലധികം തവണ നിന്നുപോയി. അവൻ കരുതി, കഴിഞ്ഞു, ഇതാണ് ആ വലിയ പണി. തന്റെ മാനാനം കപ്പൽ കയറാൻ പോകുന്നു എന്ന് അവൻ ഉറപ്പിച്ചു. വലിയ വീഡിയോ സ്ക്രീൻ തെളിഞ്ഞു. ജസീർ പഴയൊരു പാട്ടിന് പെൺവേഷം കെട്ടി മുഖത്ത് പൗഡർ വാരിത്തേച്ച് കിളിപോയ ലുക്കിൽ റീൽ ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഒപ്പം മറ്റു ചില തമാശ വീഡിയോകളും. കണ്ടുനിന്നവരെല്ലാവരും പൊട്ടിച്ചിരിച്ചു. കല്യാണ പെണ്ണുവരെ പരിസരം മറന്നു ചിരിച്ചു. ജസീറിന് വല്ലാത്ത നാണക്കേട് തോന്നിയെങ്കിലും അവന്റെ ഉള്ളിൻ്റെ വലിയൊരു ആശ്വാസമായിരുന്നു. അവൻ കരുതിയത് ഇത്രയേ ഉള്ളൂ എന്നാണ്. പണികളുടെ രാജാവായ തനിക്ക് കിട്ടിയത് വെറുമൊരു ചെറിയ വീഡിയോ മാത്രമാണല്ലോ എന്ന് അവൻ ആശ്വസിച്ചു. ഇതിൽ കൂടുതൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവൻ വിശ്വസിച്ചു. പ്രളയത്തിൽ നിൽക്കുമ്പോൾ ഹെലികോപ്റ്റർ കിട്ടി രക്ഷപ്പെട്ടതുപോലെ അവൻ ആശ്വസിച്ചു. കൂട്ടുകാർ വന്ന് കളിയാക്കിയപ്പോഴും അവനൊരു ചെറിയ ചിരിയോടെ അത് നേരിട്ടു. ഈ ചെറിയ നാണക്കേട് സഹിച്ച് ഇതിൽ നിന്ന് ഊരിപ്പോരാമല്ലോ എന്ന സമാധാനമായിരുന്നു അവന്. പക്ഷേ അത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. യഥാർത്ഥ പണി അവനെ കാത്തിരിക്കുന്നത് ആ മുറിയുടെ 4 ചുവരുകൾക്കുള്ളിലാണെന്ന് ആ പാവം അറിഞ്ഞിരുന്നില്ല. രാത്രി 10 മണി കഴിഞ്ഞു. ആഘോഷങ്ങളെല്ലാം അവസാനിച്ചു. ജസീർ തന്റെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. ഒടുവിൽ താൻ സുരക്ഷിതനാണെന്ന ആശ്വാസത്തോടെ അവനൊന്ന് ദീർഘനിശ്വാസമെടുത്തു. എങ്കിലും അവനിലെ സംശയരോഗി പൂർണ്ണമായി അടങ്ങിയിരുന്നില്ല. അവൻ മുറിയാകെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചു. എവിടെയെങ്കിലും എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് അവൻ തപ്പിനോക്കി. അവൻ നോക്കാത്ത ഒരിടവും ആ മുറിയിലില്ലായിരുന്നു. ഒന്നും കിട്ടിയില്ല. പൂർണ്ണമായ നിശബ്ദത മാത്രം. അവന് സമാധാനമായി. അവൻ വിജയിച്ചവനെപ്പോലെ ചിരിച്ചു. ഭാര്യ സുമയ്യ മുറിയിലേക്ക് വന്നപ്പോഴും അവൻ വളരെ കൂളായിരുന്നു. വേറെ വല്ല പണികളും ഇവിടെ ഉണ്ടോ എന്നവൾ ചോദിച്ചപ്പോൾ, ഇല്ല, ഞാനെല്ലാം നന്നായി നോക്കി എന്നവൻ വളരെ ആത്മവിശ്വാസത്തോടെ മറുപടി നൽകി. അവർ സംസാരിച്ചു, ചിരിച്ചു. സമയം പതുക്കെ കടന്നുപോയി. മുറിയുടെ വെളിച്ചമണഞ്ഞു. ലോകം മുഴുവൻ ഉറക്കത്തിലേക്ക് വീണു. ആ മുറിയിൽ അവർ 2 പേർ മാത്രം. എല്ലാം ശാന്തം. അവർ പരസ്പരം അടുത്തേക്ക് നീങ്ങിയ ആ നിമിഷം, കൃത്യം ആ നിമിഷത്തിൽ അത് സംഭവിച്ചു. ഒരു വലിയ ശബ്ദം, ഒരു അലാറം അടിക്കുന്ന ശബ്ദം. മുറിയുടെ ഏതോ ഒരു മൂലയിൽ നിന്ന് ആ ശബ്ദം തുളച്ചു കയറി. ഇരുട്ടിൽ അവർ 2 പേരും ഞെട്ടിയെഴുന്നേറ്റു. ജസീറിന്റെ ഹൃദയമിടിപ്പ് നിമിഷങ്ങൾക്കുള്ളിൽ ഇരട്ടിയായി. എവിടെ നിന്നാണ് ആ ശബ്ദം? അവൻ ചുറ്റും നോക്കി. എവിടുന്ന്? ഒരു ടൈം പീസോ ഫോണോ അവിടെ എങ്ങും കണ്ടില്ല. അവർ തപ്പിത്തടയുന്നതിനിടയിൽ ആ അലാറം പെട്ടെന്ന് നിന്നു. വീണ്ടും നിശബ്ദത. ജസീർ ഒന്ന് ശ്വാസം വിട്ടു. ഒന്നും സംഭവിക്കാത്തതുപോലെ അവർ വീണ്ടും അവരുടെ ലോകത്തേക്ക് മടങ്ങി. എന്നാൽ നിമിഷങ്ങൾ മാത്രം. വീണ്ടും ആ ശബ്ദം. ഇത്തവണ ഒന്നല്ല, 2-3 അലാറങ്ങൾ ഒന്നിച്ച് ശബ്ദിച്ചു തുടങ്ങി. ജസീറിന്റെ തലച്ചോറിലേക്ക് രക്തമിരച്ചു കയറി. ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. ദേഷ്യവും അരിശവും അവനെ പൂർണ്ണമായി കീഴ്പ്പെടുത്തി. സുമയ്യയ്ക്കും ദേഷ്യം വന്നു തുടങ്ങി. അവൾ പുതപ്പെടുത്ത് മാറിയിരുന്നു. ഇനി ഇത് കണ്ടുപിടിക്കാതെ രക്ഷയില്ലെന്ന് ജസീറിന് മനസ്സിലായി. അവൻ മുറി മുഴുവൻ അരിച്ചു പെറുക്കി. ഒടുവിൽ അവന്റെ കണ്ണുകൾ ആ അലമാരയുടെ മൂലയിലേക്ക് പോയി. അവിടെ ഒളിപ്പിച്ചുവെച്ച് ഗിഫ്റ്റ് ബോക്സുകൾ. വേഗത്തിൽ അവനത് തുറന്നു. ആ ബോക്സുകൾക്കുള്ളിൽ നിന്ന് അവരത് കണ്ടെത്തി.
4 ടൈം പീസുകൾ. കൃത്യമായ ഇടവേളകളിൽ അടിക്കാൻ സെറ്റ് ചെയ്തു വച്ചിരിക്കുന്ന 4 അലാറങ്ങൾ. അവൻ ദേഷ്യത്തോടെ അതെല്ലാം ഓഫ് ചെയ്തു. സമയം നോക്കുമ്പോൾ 3 മണിയോടടുത്തിരുന്നു. ആ രാത്രിയുടെ പകുതിയിലധികം അവൻ ആ അലാറങ്ങൾക്ക് പിന്നാലെ ഓടിത്തീർത്തിരിക്കുന്നു. സുമയ്യ രൂക്ഷമായി അവനെ നോക്കി ദേഷ്യത്തോടെ കിടക്കയിലേക്ക് പോയി കിടന്നു. അവൾക്കവനോടുള്ള ദേഷ്യം ആ മുഖത്ത് വ്യക്തമായിരുന്നു. ജസീർ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. മാനസികമായും ശാരീരികമായും അവൻ തളർന്നു കഴിഞ്ഞിരുന്നു. തോൽവി സമ്മതിച്ചവനെപ്പോലെ അവൻ ഗിഫ്റ്റ് ബോക്സുകൾ ഒരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞ് കിടക്കയിലേക്ക് വന്നു. ലൈറ്റ് അണച്ചു. എല്ലാം കഴിഞ്ഞു, ഇനിയെങ്കിലും ഒന്ന് ശാന്തമായി ഉറങ്ങാമെന്ന് അവൻ കരുതിയ നിമിഷം പെട്ടെന്ന് ആ ഇരുട്ടിൽ മറ്റൊരു ശബ്ദം മുഴങ്ങി. അവന്റെ സ്വന്തം ഫോൺ. അതൊരു നോട്ടിഫിക്കേഷൻ അല്ലായിരുന്നു, ഒരു അലാറം തന്നെയായിരുന്നു. പക്ഷേ ആ അലാറത്തിൽ കേട്ടത് ഒരു വോയിസ് മെസ്സേജായിരുന്നു. പ്ലേ ചെയ്തപ്പോൾ കേട്ടത് സുഹൃത്ത് വിനോദിന്റെ ശബ്ദം. ഹാപ്പി ഫസ്റ്റ് നൈറ്റ് അളിയ. ആ ശബ്ദം ആ ഇരുണ്ട മുറിയിൽ ഒരിടിമുഴക്കം പോലെയാണ് ജസീറിന് അനുഭവപ്പെട്ടത്. അവൻ പല്ലടിച്ച് ദേഷ്യമടക്കി സ്തംഭിച്ചുപോയി. വിനോദ് ആ റെക്കോർഡിംഗിലൂടെ പറയുകയായിരുന്നു, ഡാ പണിയൻ ജസീറെ, ഇപ്പോൾ നിനക്ക് ഞങ്ങളെ കൊല്ലാൻ തോന്നുന്നുണ്ടാകും. ഇതേ അവസ്ഥയിലൂടെ തന്നെയാണ് മുൻപ് ഞങ്ങൾ ഓരോരുത്തരും കടന്നുപോയത്. കളികളാവാം, അതിനൊരു പരിധിയുമുണ്ട്. എന്നാൽ നീ കാണിക്കുന്ന ചെറ്റത്തരങ്ങൾക്കുള്ള ഒരു മറുപടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അതിപ്പോൾ നിനക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി സമാധാനമായി ഉറങ്ങിക്കോ. ആ വാക്കുകൾ കേട്ട് ജസീർ പൂർണ്ണമായി തകർന്നുപോയി. അവന്റെ എല്ലാ പ്രതിരോധങ്ങളും അവിടെ അവസാനിച്ചു. അവൻ തോറ്റിരിക്കുന്നു, അതും അവൻ തന്നെ പഠിപ്പിച്ച അതേ ആയുധം കൊണ്ട്. അവനിലെ അഹങ്കാരം പൂർണ്ണമായി അലിഞ്ഞില്ലാതായി. ഭാര്യ സുമയ്യ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു, എന്നെ ശല്യപ്പെടുത്തരുത്, എനിക്കുറങ്ങണം. നിങ്ങൾക്ക് സമാധാനമായല്ലോ. അവൾ തിരിഞ്ഞുകിടന്നു. ജസീർ ആ ഇരുട്ടിൽ തലയിൽ കൈവച്ച് അങ്ങനെയിരുന്നു. മറ്റുള്ളവരെ ദ്രോഹിച്ചപ്പോൾ, അവരെ നാണം കെടുത്തിയപ്പോൾ അവൻ അനുഭവിച്ച ആനന്ദം മുഴുവൻ ഇന്ന് അവന് തന്നെ 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതും ഏറ്റവും വേദനയോടെ, ഏറ്റവും ഏകാന്തമായ നിമിഷത്തിൽ. കൂട്ടുകാർ വർഷങ്ങളായി കാത്തിരുന്നു കൊടുത്ത 8ന്റെ പണി. ആ രാത്രിയിൽ ജസീർ ഉറങ്ങിയില്ല. അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൽ അവൻ ഒരിക്കലും മറക്കാത്ത ഒരു രാത്രിയായി അത് മാറി. മിഷൻ ഫസ്റ്റ് നൈറ്റ് അങ്ങനെ പൂർണ്ണ വിജയമായി അവസാനിച്ചു. സ്വന്തം കുഴി തോണ്ടുന്നത് നമ്മൾ തന്നെയാണെന്ന വലിയ സത്യം ആ ഇരുട്ടിൽ അവൻ തിരിച്ചറിയുകയായിരുന്നു. ഒരുപക്ഷേ ആ നിശബ്ദതയിൽ ഇപ്പോഴും ഒരലാറത്തിന്റെ നേരത്തെ ശബ്ദം അവന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടാകും. ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ.